Welcome all to another lecture. In this video, we are going to discuss basic terms related to display devices. Some of the basic terms that we use in computer graphics. First one is pixel, spot that can be designed monitor. Pixels are normally arranged in regular two-dimensional grid and are often represented using dots or squares. പിക്സൽ ഒരു ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഡിവൈസിലുള്ള ഒരു സ്മാളസ്റ്റ് സൈസ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. ഒരു ടി വി അതുപോലെ മൊബൈൽ ഇങ്ങനെ ഇതിൽ കാണുന്ന ഡിസ്പ്ലേ ചെയ്യുന്ന സ്ക്രീനുകളിൽ ഒരുപാട് ചെറിയ ചെറിയ പിക്സൽസിൻ്റെ കളക്ഷനായിട്ടാണ് ഈ ഒരു സ്ക്രീൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടു ഡയമെൻഷണൽ ആയിട്ടുള്ള റോസ് കോളംസ് ആയി അറേഞ്ച് ചെയ്ത ഓരോ സിംഗിൾ സൈസ് ഒബ്ജക്റ്റിനെയും നമ്മൾ പിക്സൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ പിക്സൽ എന്ന ടേം. ഇതാണ് ഗ്രാഫിക്സിൻ്റെ മെയിനായിട്ട് ഒരു ഡിസ്പ്ലേ ചെയ്യാനാവശ്യമായിട്ടുള്ള ഒരു ഡിവൈസിൽ ബേസിക്കായി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് പിക്സൽ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്, നമ്മൾ ഓരോന്നിൻ്റെയും ഇത് പറയുമ്പോൾ നമ്മൾ റെസൊല്യൂഷനൊക്കെ പറയുമ്പോൾ പിക്സൽ എന്ന ടൈം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ ഡിവൈസസിൽ ഉണ്ടാകുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്മാൾ സൈസ് ഒബ്ജക്റ്റിനെയാണ്, ആ ഡിസ്പ്ലേ ഡിവൈസിലുള്ള സ്മാൾ സൈസ് ആയ ഒരു ഒബ്ജക്റ്റിനെയാണ് പിക്സൽ എന്ന് പറയുന്നത്. ഒരു ഇമേജിൽ ഒരു ഡിസ്പ്ലേ ഡിവൈസസിൽ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്നെങ്കിൽ ആ ഇമേജ് എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് പിക്സൽ ആയിരിക്കും. പിക്സലിൻ്റെ കളക്ഷൻ ആയിരിക്കും ഒരു ഇമേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം ഈസ് റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ ആർ ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഇമേജ് റെസൊല്യൂഷൻ ആൻഡ് അനദർ വൺ ഈസ് സ്ക്രീൻ റെസൊല്യൂഷൻ. Image resolution, it refers to pixel spacing. In normal PC monitor, it ranges between 25 to 80 pixels per inch. ഇമേജ് റെസൊല്യൂഷൻ ഒരു ഇമേജ് റെപ്രസെൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പിക്സൽ, അതിനെയാണ് എൻ്റെ ഇമേജ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഇമേജ് റെപ്രസെൻ്റ് ചെയ്യാനുള്ള പിക്സൽസിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള രണ്ട് പിക്സലുകളുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ ഇമേജ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സാധാരണ ഒരു ഹൈറ്റിലും വിഡ്ത്തുമായിട്ടാണ് ഈ ഇമേജ് റെസൊല്യൂഷനും അതേപോലെ റെസൊല്യൂഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ 250 by 180 എന്ന് പറയുന്നത് 250 വിഡ്ത്തിൽ 180 ഹൈറ്റിലായിരിക്കും ആ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ 250 വിഡ്ത്തിൽ 250 പിക്സൽസ് ഒരു വിഡ്ത്തിലുണ്ടായിരിക്കും, അതുപോലെ 180 പിക്സൽസ് അതിൻ്റെ ഹൈറ്റിലുണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഇമേജിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ സ്ക്രീൻ റെസൊല്യൂഷൻ it is the number of distinct pixels in each dimension that can be displayed. ഒരു സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്ക്രീനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസിനെയാണ് അതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സ്ക്രീനിൽ ഉണ്ടാകുന്ന ഡിസ്റ്റിങ്ക്റ്റ് പിക്സൽസ് ഇൻ ബോത്ത് റോസ് ആൻഡ് കോളം, അതായത് ഹൈറ്റിലും വിഡ്ത്തിലും ഉണ്ടാകുന്ന നമ്പർ ഓഫ് പിക്സൽസിനെയാണ് അതിൻ്റെ സ്ക്രീനും. അത് സ്ക്രീൻ റെസൊല്യൂഷൻ ആ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ഒരു രണ്ട് ഡയമെൻഷനിലും ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസിനെ നമ്മൾ അതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ എന്ന് പറയും. അതുപോലെ ഇമേജ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇമേജ് റെപ്രസെൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് പിക്സൽസിനെയാണ് അതിൻ്റെ ഇമേജ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇമേജ് റെസൊല്യൂഷൻ സാധാരണ 25 to 80 പിക്സൽസ് പെർ ഇഞ്ച് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ഇഞ്ചിൽ 25 പിക്സൽസ് ആയിരിക്കും ഇമേജ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ ഒരു ഇമേജ് 30 dpi എന്നാണെങ്കിൽ നമ്മൾ dpi എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഒരു പിക്സൽ 30 dpi ആണെങ്കിൽ ഒരു ഇഞ്ചിൽ 30 പിക്സലാണ് ആ ഒരു ഇമേജ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ മീനിങ്. ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഡോട്ട് എന്ന ടേമാണ്. ഡോട്ട് The internal surface of coated monitor screen is arranged into millions of thin cells called dots. ഈ പിക്സലുകളിൽ
എഗെയിൻ ആയിട്ടുള്ള സബ് പിക്സൽ എന്നൊരു ടേം ഇതെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോണിറ്ററിൻ്റെ ഇൻറ്റേർണൽ സർഫസിൽ സ്ക്രീനിൽ കാണുന്ന ഒരു സെൽസുകളെയാണ്, ചെറിയ ചെറിയ സെല്ലുകളെയാണ് അതിൻ്റെ ഡോട്ട് എന്ന് പറയുന്നത്. 3 ഡോട്ടുകളായിരിക്കും ഉണ്ടാവുക, റെഡ്, ഗ്രീന്, ബ്ലൂ. ഒരു പിക്സല്, ആ പിക്സലിൽ സബ് പിക്സലായിട്ട് അല്ലെങ്കിൽ ഡോട്ടുകളായിട്ട് 3 ഡോട്ടുകളായിരിക്കും ഉണ്ടാവുക, റെഡ്, ഗ്രീന്, ബ്ലൂ. ഇതാണ് ഡോട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു പിക്സൽ ഒരു കളർ പിക്സൽ ആണെങ്കിൽ കളർ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പ്രൈമറി കളറായ റെഡ്, ബ്ലൂ, ഗ്രീൻ, ഇതിൻ്റെ മിക്സ് ഫോമാണ് നമ്മളൊരു കളറായിട്ട് ഫോം ചെയ്യുന്നത്. ഒരു മറ്റ് സെക്കൻഡറി കളറുകളായിട്ട് ഈ ഒരു റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന പ്രൈമറി കളേഴ്സിൻ്റെ മിക്സ്ചറാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു പിക്സൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ പിക്സലിൽ 3 ഡോട്ടുകൾ ഉണ്ടായിരിക്കും. ഈ 3 ഡോട്ടുകളിലും ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള ഇലക്ട്രിക് ബീം എന്ന് വരുന്ന റേസ് പല ഇൻറ്റൻസിറ്റികളിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യത്യസ്ത കളറുകൾ ഡിസ്പ്ലേ ഡിവൈസസിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഡോട്ട് എന്നത്. Next term, dot pitch. Dot pitch, it is the distance between any 2 dots of the same color. ഒരു സെയിം ഡോട്ട്, അതായത് 2 ഡോട്ടുകൾ തമ്മിലുള്ള ഒരു കളറ്, സെയിം കളർ റെപ്രസെൻറ്റ് ചെയ്യുന്ന 2 ഡോട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് അതിൻ്റെ ഡോട്ട് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന 3 കളറുകൾ റെപ്രസെൻറ്റ് ചെയ്യാൻ 3 ഡോട്ടുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു റെഡും മറ്റൊരു പിക്സലിലെ റെഡും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് അതിൻ്റെ ഡോട്ട് പിച്ച്. ദെൻ ആസ്പെക്ട് റേഷ്യോ. Aspect ratio is the ratio of the number of x pixels to the y pixels. The standard aspect ratio for PCs is 4:3 and 5:4. Aspect ratio, number of pixels in x axis, x pixelsum അതുപോലെ y pixelsum, അല്ലെങ്കിൽ x axisൽ വരുന്ന number of pixelsum y axisൽ വരുന്ന number of pixelsum തമ്മിലുള്ള റേഷ്യോനെയാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ടു ഡയമെൻഷനലായിട്ടായിരിക്കും പിക്സലുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ വിഡ്ത്തിൽ ഫോർ എക്സാമ്പിൾ വിഡ്ത്തിൽ ഒരു 200 പിക്സൽസും ഹൈറ്റിൽ ഒരു 100 പിക്സൽസും ആണെങ്കിൽ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആയിരിക്കും. അതാണ് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. അതുപോലെ കോമൺ ആയി വരുന്ന ആസ്പെക്ട് റേഷ്യോസ് 4:3 5:4 ആണ്. ഫിഗറിൽ കാണുന്നത് കോമൺ റെസൊല്യൂഷൻ ആൻഡ് റെസ്പെക്റ്റീവ് നമ്പർ ഓഫ് പിക്സൽസ് ആൻഡ് സ്റ്റാൻഡേർഡ് ആസ്പെക്ട് റേഷ്യോസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 320x200 ആയ റെസൊല്യൂഷൻ ഉള്ള ഒരു സ്ക്രീനിലെ നമ്പർ ഓഫ് പിക്സൽസ് എന്ന് പറയുന്നത് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അതായത് 320 × 200 ദാറ്റ് ഈസ് നമ്പർ ഓഫ് പിക്സൽസ്. എങ്കിൽ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് ആ 320 ഡിവൈഡഡ് ബൈ 200 അതായിരിക്കും അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. ദാറ്റ് ഈസ് 8:5. അതാണ് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. അതുപോലെ ഡിഫറെൻ്റ് ആയ റെസൊല്യൂഷനുകളാണ് ഫസ്റ്റ് കോളത്തിൽ. അതിൻ്റെ നമ്പർ ഓഫ് പിക്സലുകളാണ്. നമ്പർ ഓഫ് പിക്സൽസ് എന്ന് പറയുന്നത് ആ റെസൊല്യൂഷനുകളുടെ ഹൈറ്റ് വിഡ്ത്ത് വാല്യൂകൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും അതിൻ്റെ നമ്പർ ഓഫ് പിക്സൽസ്. ഈ ഹൈറ്റ് വിഡ്ത്തിൻ്റെ റേഷ്യോ ആയിരിക്കും അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. നെക്സ്റ്റ് 3 ടേംസ് ആണ് പറയുന്നത്. ബിറ്റ് പ്ലെയിൻസ്, അതുപോലെ കളർ ഡെപ്ത് ആൻഡ് കളർ പാലറ്റ്. ഈ കേസസ് ആണ്, ഈ ഒരു ടേംസ് ആണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ദ അപ്പിയറൻസ് ആൻഡ് കളർ ഓഫ് എ പിക്സൽ ഓഫ് ആൻ ഇമേജ് ഈസ് റിസൾട്ട് ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് 3 പ്രൈമറി കളർ. ഒരു പിക്സലിൻ്റെ കളർ എന്ന് പറയുന്നത് 3 പ്രൈമറി കളറുകളുടെ ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 3 പ്രൈമറി കളറുകളുടെ ഒരു കോമ്പിനേഷനാണ് പിക്സൽ, കളർ ഓഫ് എ പിക്സൽ. ആ ഒരു പിക്സലിന് കളർ ലഭിക്കുന്നത് ഈ പ്രൈമറി കളറുകളായ റെഡ്, ബ്ലൂ, ഗ്രീനുകളുടെ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റികളിൽ അത് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പിക്സലിന് കളർ ലഭിക്കുന്നത്. ഇതിന് കാരണം നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലും ഈ ഒരു സിസ്റ്റം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഡിഫറെൻറ്റ് 3
ലൈറ്റുകളുടെ ഈ ലൈറ്റുകളുടെ ഡിഫറെൻറ്റ് കോമ്പിനേഷനുകൾ നമ്മൾ കണ്ണിൽ പതിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് മറ്റൊരു കളറ് നമുക്കും കാണാൻ കഴിയുന്നത്. So when the intensity of all the 3 electron beam is high, it's result a white pixel. That means അതായത് പറഞ്ഞു ഒരു പിക്സലിൽ കളർ ജനറേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റികളിൽ 3 ഇലക്ട്രോൺ ബീമുകൾ എന്ന് പറയുന്നത് റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് പറഞ്ഞ 3 ഇലക്ട്രോൺ ബീമുകളിൽ നിന്നും ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റികളിലുള്ള ലൈറ്റുകൾ അതത് ഡോട്ടുകളിലേക്ക് പതിക്കുമ്പോൾ ഈ ഡോട്ടുകളുടെ കോമ്പിനേഷൻ ആയിരിക്കും ആ പിക്സൽ ഉണ്ടായിരിക്കുക. ഈ ഡോട്ടുകളിൽ പഠിക്കുന്ന ഇലക്ട്രോൺ ബീമുകൾ, ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള ഇലക്ട്രോൺ ബീമുകൾ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പിക്സലിന് ഒരു കളർ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി, ഈ ഇലക്ട്രോൺ ബീം എന്ന് വരുന്ന ഈ ഇൻറ്റൻസിറ്റി ഹൈ ആണെങ്കിൽ, എല്ലാ ഇൻറ്റൻസിറ്റീസും ഹൈ ആണെങ്കിൽ എസ് എ വൈറ്റ് പിക്സൽ ആയിരിക്കും ആ പിക്സൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ പിക്സൽ ഒരു വൈറ്റ് കളറിലായിരിക്കും ഫോം ചെയ്യുന്നത്. When the intensity of all the 3 electron beam is low, all the 3 electron beams are very low, intensity is very low, so it results in black pixel. Black pixel means that pixel is represent a black color. When the intensity of all the 3 electron beam is in any other combination, it results in a intermediate colored pixel. അതായത് ഇൻറ്റൻസിറ്റി ഇതിനിടയിൽ വരുമ്പോൾ, ഈ 3 ഇലക്ട്രോൺ ബീമുകളുടെ ഇൻറ്റൻസിറ്റി ഇതിനിടയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഹൈയും ലോയിൻ്റെ ഇടയിലും എല്ലാം വരുന്ന കോമ്പിനേഷനുകളാണ് നമുക്ക് മറ്റ് കളേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കളേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം കളർ ഡെപ്ത്. Color depth is the number of memory bits required to store color information about a pixel is called color depth or bit depth. Color depth ne namne bit depth ennu parayum. Adayathu oru number of memory bits required to store color information about a pixel. Oru pixelil oru color represent cheyan avashyamaayittulla number of bits neയാണ് അതിൻ്റെ കളർ ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റൻസിറ്റി വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുക. ഓരോ 3 പ്രൈമറി കളറുകളുടെയും ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി വാല്യൂസാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഇൻറ്റൻസിറ്റികളിലായിരിക്കും ഇലക്ട്രോൺ ബീമിൽ നിന്ന് റേസ് പാസ് ചെയ്യുന്നത്. സോ ഈ ഇൻറ്റൻസിറ്റികൾ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ ബ്ലോക്കിനെയാണ് അതിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു നമ്പർ ഓഫ് ബിറ്റ്സിനെയാണ് അതിൻ്റെ കളർ ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റൻസിറ്റി വാല്യൂ 0 ആണെങ്കിൽ 0, 1 ഈ കേസിൽ അതൊരു ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ ആയിരിക്കാം. അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ നമ്പർ ഓഫ് ബിറ്റ്സിനെയാണ് അതിൻ്റെ കളർ ഡെപ്ത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ബിറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ ബിറ്റ് മാപ്പ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഓഫ് മെമ്മറി വിച്ച് സ്റ്റോഴ്സ് ബൈ ലെവൽ ഇൻറ്റൻസിറ്റി വാല്യൂസ് ഫോർ ഈച്ച് പിക്സൽ ഓഫ് എ ഫുൾ സ്ക്രീൻ. പുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ഈസ് കാൾഡ് ബിറ്റ് മാപ്പ് ഓർ ബിറ്റ് പ്ലെയിൻ. അതായത് 2 രീതികളിലാണ് ഈ ബ്ലോക്ക് ഓഫ് മെമ്മറി അല്ലെങ്കിൽ ബിറ്റ് മാപ്പുകൾ, ബിറ്റ് കളർ ഡെപ്ത് പറയുന്നത് അല്ലെങ്കിൽ ബിറ്റ് ഡെപ്ത് പറയുന്നത്. ഒന്ന് ബിറ്റ് മാപ്പ് ആവാം അല്ലെങ്കിൽ പിക്സ് മാപ്പുകളാവാം. അതിൽ ബിറ്റ് മാപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനുകളിലാണ് നമ്മൾ ഈ ബിറ്റ് മാപ്പ് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബിറ്റ് മാപ്പ് എന്ന് പറയുന്നത് അവിടെ 0യും 1 മാത്രമായിരിക്കും. 2 ബിറ്റുകൾ ഉപയോഗിച്ചായിരിക്കും ഒരു കളർ ഡെപ്ത്, അതായത് ഒരു കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ 0 ആണെങ്കിൽ 1 ആണെങ്കിലും ഒന്ന് ബ്ലൂ ഓർ ബ്ലാക്ക് അതായിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ബിറ്റ് മാപ്പ് എന്ന് പറയുന്നത്. പിക്സ് മാപ്പ് എന്ന് പറയുന്നത് ആ ഒരു നമ്പർ ഓഫ് മെമ്മറി ബ്ലോക്കുകളിൽ ഒരു കളറായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഡിവൈസ് ആണെങ്കിൽ അവിടെ 0, 1 മാത്രമായില്ല, മോർ ദാൻ 2 ബിറ്റുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പിക്സ് മാപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ കളർ ഡെപ്തുകളും ഫസ്റ്റ് കോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കളർ ഡെപ്തുകൾ, ദെൻ നമ്പർ ഓഫ് ഡിസ്പ്ലേഡ് കളേഴ്സ്. അപ്പോൾ കളർ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു എന്താ, നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ colored pixel, that is color depth.
സോ 4 ബിറ്റിലാണ് ഒരു പിക്സൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ 16 കളേഴ്സ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുക. അതുപോലെ 8 ബിറ്റ് ആണെങ്കിൽ 256 ഡിഫറെൻറ്റ് കളേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ ആ ഒരു കളർ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും നമ്പർ ഓഫ് കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അവിടെ 4 ബിറ്റ് ആണെങ്കിൽ അവിടെ ഒരു പെർ പിക്സലിൽ 5.5 ബൈറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ 8 ബിറ്റ് ആണെങ്കിൽ 1 ബൈറ്റ് ആയിരിക്കും ഒരു പിക്സൽ, ഒരു ബൈറ്റ്സ് ഓഫ് സ്റ്റോറേജ് പെർ പിക്സൽ ആയിരിക്കും. അതുപോലെ 16 ബിറ്റ് ആണെങ്കിൽ അവിടെ 2 ബൈറ്റ് ആയിരിക്കും ഉണ്ടാവുക, 16 ബിറ്റ് 2 ബൈറ്റ്. ഇതേപോലെ 24 ബിറ്റ് ആണെങ്കിൽ 3 ബൈറ്റ് ആയിരിക്കും. അതിന് പറയുന്ന കോമൺ നെയിമാണ് 4th കോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് VGA 256 കളർ മോഡ്, ഹൈ കളർ, ട്രൂ കളർ.